ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർക്ക് ലൈഫിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇന്ത്യയിൽ കുറച്ചും കൂടി വർക്ക് ലൈഫ് ബാലൻസ് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് MNCs ഒക്കെ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയും ഏറ്റവും ചീപ്പായിട്ടുള്ള IT സ്പെഷ്യലിസ്റ്റുകളെയും കിട്ടുന്നത്. അവർ എത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്തോളും. നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന ഇതേ സെയിം ജോബ് അവിടെ പോയി ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ടൈം ഓഫ് വർക്കിൽ ഡിഫറൻസ് ഉണ്ടാവും, നമുക്ക് കിട്ടുന്ന ഹോളിഡേയ്സിൽ ഡിഫറൻസ് ഉണ്ടാവും, പേയിൽ ഡിഫറൻസ് ഉണ്ടാവും, എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ വർക്ക് സെയിം ആയിരിക്കും. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണ് നമുക്ക് മസ്റ്റ്. വെളുത്ത് നിൽക്കുന്നവരെല്ലാവരും ഇംഗ്ലീഷ് പറയുന്നവരല്ല. അപ്പോൾ അവർ ഇംഗ്ലീഷ് അറിയുമെങ്കിലും അവർ സംസാരിക്കാൻ തയ്യാറാവില്ല. ഈ നാട്ടിലത്തെ പോലെയല്ല. ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോലും അപ്പോയിൻമെൻറ്റ് വേണം അവിടെ. നമുക്ക് ചുമ്മാ ഒരു നേരെ ബാർബർ ഷോപ്പ് പോയി മുടി വെട്ടാനൊന്നും പറ്റിയല്ല. അപ്പോൾ തന്നെ ചോദിക്കും അപ്പോയിൻമെന്റ് ഉണ്ടോ ചോദിക്കും. ബേസിക് ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ച് ബില്ല് ചെയ്യുമ്പോൾ ക്യാഷ് ആയിട്ടോ കാർഡായിട്ടോ പേ ചെയ്യുന്നത് വരെ ഫ്രഞ്ചിലായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് എന്താ മനസ്സിലാക്കണമെങ്കിൽ പോലും അപ്പൊ ലിറ്ററലി ഫ്രഞ്ച് അറിയില്ലെങ്കിൽ അവിടെ പോയി പെട്ടുപോകും. അപ്പൊ അതിനുശേഷം ജോലിക്ക് കയറിയല്ലോ, കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ടാവില്ലേ? സാലറി എന്താ വെച്ചാൽ ഓരോ ജോബിനും ഓരോ അതിൻ്റെതായ സാലറി ഉണ്ടാവും. ജോലിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ എക്സ്പീരിയൻസിന് ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ല സാലറി ഉണ്ടാവും. എമൗണ്ട് പറയണമെങ്കിൽ അറൗണ്ട് 60 യൂറോസ് പെർ ഇയറിൽ വരുന്ന സാലറി പാക്കേജ്. സ്റ്റുഡൻറ് അല്ലെങ്കിൽ കോളേജ് ഡിഗ്രി കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഇനി ഫ്രാൻസിലേക്ക് വരണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്ന്? ഹലോ എവ്രിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷെഫീഖാണ്. ഷെഫീഖ് ഇപ്പോൾ PR ഒക്കെ കിട്ടി ഫ്രാൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെഫീഖിൻ്റെ ഫ്രണ്ട് കൂടെയായിരുന്നു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അവൻ ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെഫീഖിന് അങ്ങനെ PR കിട്ടി. അതേപോലെയുള്ള ഫ്രാൻസിലെ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഷെഫീഖ് എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഷെഫീഖ് 12th കഴിഞ്ഞിട്ട് എങ്ങനെ ഫ്രഞ്ച് പഠിക്കുന്ന ഒരു തീരുമാനത്തിലെത്തി, അതേപോലെ എങ്ങനെ ഫ്രാൻസിലേക്ക് പോകണം എന്നൊക്കെ ഉള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? ഞാൻ +2 എൻ്റെ എന്താ പറയുക കരിയർ ജേണി അത്ര ഇൻസ്പയറിംഗ് ഒന്നല്ല. മാർക്കൊക്കെ ഉണ്ടായിരുന്നു, അതല്ല. ഞാൻ എടുത്ത സ്ട്രീമുകളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യം കമ്പ്യൂട്ടർ സയൻസിലിരുന്ന് +2 എടുത്തത്. അത് അന്ന് എഞ്ചിനീയറിങ്ങിന് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൂടെയായിരുന്നു. പിന്നെ C++ഉം ഇതൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല നമുക്ക് കൂടൂല. അപ്പോൾ ഞാനങ്ങനെ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ എനിക്ക് എന്തെങ്കിലും ആരും ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. മാസ്റ്റേഴ്സ് എല്ലാവരും ഈ BCom BBA അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരും ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനിങ്ങനെ നമ്മളന്ന് ഓറിയൻറ്റേഷനൊക്കെ ഇല്ലായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ. അതിലൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് ഇതുവരെ ആരും കേട്ടിട്ടില്ല, ഇതെന്തോ സംഭവമാണ് വിചാരിച്ച. അങ്ങനെ അപ്പോൾ ഇനീഷ്യലി ഈ ഒരു തീരുമാനം എടുത്തപ്പോൾ റിഗ്രറ്റ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? റിഗ്രറ്റൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മൾ പുതിയതായിട്ട് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ LKG സ്റ്റുഡൻസിൻ്റെ പോലെ തന്നെയായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് തന്നെ ഇതെന്താ നമ്മൾ കോളേജിൽ തന്നെ ആണോ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു തോന്നലൊക്കെ വരും. പക്ഷെ അത് നമുക്ക് ഫണ്ണുമായിരുന്നു. ഭാഷ പഠിക്കല്ലേ നമ്മൾ, പിന്നെ ഒരു പുതിയ കൾച്ചർ പഠിക്കുകയാണ്, കുറേ കാര്യങ്ങൾ എൻ്റെ ബാക്കിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഭാഷ പഠിച്ചു കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കപ്പോൾ എന്താ, ഓഫ് കോഴ്സ് ഫ്രഞ്ച് പഠിച്ചതല്ലേ, അപ്പോൾ ഫ്രാൻസ് എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മറ്റേ സൈഡായിട്ട് ഞാൻ ഈ മാർക്കറ്റിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയായിരുന്നു സൈഡിൽ കൂടെ. അപ്പോൾ അതിൻ്റെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തിരുന്നു ഡൽഹിയിൽ. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ സൈഡായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതിനൊരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നാവുമെന്ന് തോന്നിയതുകൊണ്ട് ഞാനിങ്ങനെ ഇതിലേക്ക് പോയത്, ഈ കോഴ്സ് എടുത്ത് അങ്ങനെ പോയി. അപ്പോൾ ഫ്രാൻസിൽ എത്തിയതിന് ശേഷം ഷെഫീഖ് ഫ്രഞ്ച് പഠിച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ ഫ്രാൻസിൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അത് മുതൽ ഷെഫീഖിന് ഫ്രഞ്ച് പഠിച്ചത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഷെഫീഖിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് പഠിക്കാതെ പോയവരും ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഷെഫീഖിന് എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടോ? ഫീൽ ചെയ്യും. കാരണം നമ്മൾ ബോർഡുകൾ കാണുന്നതൊക്കെ ഫ്രഞ്ചിലായിരിക്കും. എയർപോർട്ടിൽ പിന്നെ ഇംഗ്ലീഷും ചൈനീസും എയർപോർട്ടിൽ ഉണ്ടാവും, എഴുതി കാണിക്കുന്നുണ്ടാവും. പക്ഷെ സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദ ബോർഡും ഇതായിരിക്കും ഉണ്ടാവും, ഫ്രഞ്ചിലായിരിക്കും ഉണ്ടാവും. അപ്പം നമുക്ക് സോഫ്റ്റി ഓൺസേ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നമുക്കിതൊക്കെ നമ്മൾ കണ്ട സാധനങ്ങളാണ്, പഠിച്ച സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാവും. കാരണം നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഫ്രഞ്ച് മെട്രോനെ പറ്റിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ കയറുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ച സാധനങ്ങൾ റിയൽ ലൈഫിൽ കാണല്ലേ. പിന്നെ അതൊക്കെ പറഞ്ഞാൽ ഒരു ഫൺ പാർട്ട്. പക്ഷേ
പ്രശ്നങ്ങൾ വരുന്ന എവിടെ വെച്ചാൽ ഭാഷ അറിയാതെ അങ്ങ് ചെല്ലുമ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ സ്ഥലത്താണ്. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് പേപ്പേഴ്സ് ശരിയാക്കേണ്ടി വരും. കാരണം നമ്മുടെ വർക്ക് ഇൻഷുറൻസ് ശരിയാക്കേണ്ടി വരും, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. നമ്മുടെ ചെല്ലുമ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് വീസ നമുക്ക് 3 മന്ത്സിനെങ്ങാണ്ടല്ലേ കിട്ടും. പിന്നെ നമ്മളത് പുതുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അഡ്മിനിസ്ട്രേഷൻ സാധനങ്ങളുണ്ട്. ഇവിടെ എത്തുമ്പോഴാണ് ഭാഷ ഇല്ലെങ്കിൽ എല്ലാ ഫോമും ഫ്രഞ്ചിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഷഫീക്ക് നമ്മളെ പോലെ തന്നെ 12th കഴിഞ്ഞു, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA ഫ്രഞ്ചിൽ അഡ്മിഷൻ എടുത്തു, അതിനുശേഷം ഇന്റേൺഷിപ്പ് ചെയ്തു. അതല്ലാതെ അതിന്റെ കൂടെ തന്നെയായിരുന്നോ ഇന്റേൺഷിപ്പ് ചെയ്തത്? അല്ല, ഡിഗ്രീൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്റേൺഷിപ്പ് ഫ്രഞ്ച് എംബസിയിൽ. ഫ്രഞ്ച് എംബസിയിൽ ഡൽഹിയിൽ. സോ ഇന്റേൺഷിപ്പിന് ശേഷം പിന്നീടാണ് ഫ്രാൻസിലേക്ക് മാസ്റ്റേഴ്സിന് പോകുന്നത് അല്ലേ? പിന്നീട് ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ നമ്മളെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടാവുമല്ലോ, ഓക്കെ. നമുക്ക് ആമസോൺ അങ്ങനെ ഏതൊക്കെയോ കമ്പനീസ് വരുമല്ലോ. അപ്പോൾ ഞാൻ അതിന് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിലെനിക്ക് ഒന്നിൽ കിട്ടിയില്ലായിരുന്നു, ആമസോൺ കിട്ടിയില്ല. ഞാൻ ആകെ സങ്കടത്തിലിരുന്ന് തലേന്ന് പോയി പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അയണൊക്കെ ചെയ്ത് ഇന്റർവ്യൂവിന് പോയിട്ട് ഇന്റർവ്യൂ കിട്ടിയില്ലായിരുന്നു. പക്ഷെ അത് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ കമ്പനി ഇന്റർവ്യൂ കൊടുത്ത് എനിക്ക് ജോലി കിട്ടി. ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് നാട്ടിൽ ഹൈദരാബാദിലെങ്ങാണ്ട് എനിക്കൊരു ജോലി കിട്ടി. ഞാൻ അതിൻ്റെ ട്രെയിനിങ് ഫേസിലായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ട്രെയിനിങ് ഫേസ് തന്നെ എനിക്ക് മടുത്തുപോയി. ഇങ്ങനെ കുറച്ച് ഭയങ്കര എനിക്ക് താല്പര്യമില്ലാത്തൊരു സാധനം ഞാൻ ചെയ്യുന്ന പോലെ തോന്നി. കമ്പനിയുടെ പേര് ഞാൻ ഓർക്കണില്ല. ഫ്രഞ്ച് കമ്പനി, ഏതോ ഒരു കമ്പനിയാണ്. അതിന് ഫ്രഞ്ച് റോളായിരുന്നു. എന്തായാലും അത് ഈവൻ ദോ ഫ്രഞ്ച് റോളാണെന്ന് പറയുന്നെങ്കിലും കുറേയും കൂടി വേറെന്തോ ഒരു ബാക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് കുറേ ടെക്നിക്കൽ സാധനങ്ങളാണ്. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല ഇന്ന സാധനത്തിൽ. എനിവേ, അപ്പം ഞാൻ അതിങ്ങനെ മനസ്സോടെ അതിൻ്റെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നെക്സ്റ്റ് എന്തുകൊണ്ട് ഞാൻ ഇനി മാസ്റ്റേഴ്സ് ചെയ്തുകൂടാ, നേരെ പഠിക്കാൻ പോയിക്കൂടാ, അത് കണ്ടിന്യൂ ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് വരുന്നതും. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ലാപ്ടോപ്പ് തുറന്ന് വെച്ച് അങ്ങനെ തെരഞ്ഞു പിടിച്ച് ഓരോ കൺട്രീസും. ഫ്രാൻസ് ആയിരുന്നു നമ്മൾ അൾട്ടിമേറ്റ്. അപ്പോൾ അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റീസ് നോക്കുന്നു, കോഴ്സസ് നോക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ അത്ര വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ നമുക്ക് ഫൈനാൻസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മുടെ ഫീസും നമുക്ക് ലിവിങ് കോസ്റ്റൊക്കെ നമുക്ക് അഫോർഡബിൾ ആകുന്ന ഒരു പ്ലേസുമാണ്. അപ്പോൾ ഷഫീഖ് എങ്ങനെ ഫ്രാൻസിലെത്തി? ഇപ്പം എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? ഞാൻ ഫ്രാൻസിലിൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ബാച്ചിലേഴ്സ് നിങ്ങളുടെ ജൂനിയർ ആയിട്ടാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സിന് വേണ്ടി ഞാൻ ഫ്രാൻസിൽ പോയി. ഫ്രഞ്ചിൽ തന്നെയല്ല മാസ്റ്റേഴ്സ് ചെയ്തത്. ഞാൻ മാസ്റ്റേഴ്സ് എനിക്ക് വേറൊരു ഇൻട്രസ്റ്റും കൂടി ഇന്ത്യൻ സൈഡിലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള കുറച്ചൊരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ബാച്ചിലേഴ്സിൻ്റെ സമയത്ത് തന്നെ ഞാൻ ഫ്രഞ്ച് എംബസിയിലൊക്കെ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ ഞാൻ അതൊരു കരിയറായിട്ട് കൊണ്ടുപോകാന്നുള്ള നിലയ്ക്ക് ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഫ്രാൻസിൽ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് നമുക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ട് നമുക്ക് ഫ്രാൻസിലേക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കയറി. 5 പഠിച്ചത് കൊണ്ട് അവിടെ എത്തിയതിന് ശേഷം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഫോർ ഷുവർ. അതെന്ന് വെച്ചാൽ യൂറോപ്പിലെ ഏത് കൺട്രിക്ക് നമ്മൾ പോവുകയാണെങ്കിലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണ് നമുക്ക് മസ്റ്റ്. അപ്പോൾ അതല്ലാണ്ട് അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ വെളുത്ത് നിൽക്കുന്നവരെല്ലാവരും ഇംഗ്ലീഷ് പറയുന്നവരല്ല. ഓരോ രാജ്യത്തും അവരുടെ ഭാഷയാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിലൊക്കെ അവരുടെ ഭാഷയിലാണ് അവർ ഏറ്റവും പ്രൗഡ്. അപ്പോൾ അവർ ഇംഗ്ലീഷ് അറിയുമെങ്കിലും അവർ സംസാരിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ നാടിൻ്റെ ലോക്കൽ ലാംഗ്വേജ് അറിയുന്നത് കൊണ്ട് ആ നാട്ടിൽ നമുക്ക് ലൈഫ് ഏറ്റവും ഈസിയറായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ മാസ്റ്റേഴ്സിന് അങ്ങോട്ട് പോയി. എന്നിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തു. ക്ലെർമോൺ ഫ്രെറോൺ പറഞ്ഞ സ്ഥലത്തായിരുന്നു. അങ്ങനെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഞാനിപ്പോൾ അവിടെ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 5 വർഷത്തോളമായി ഫ്രാൻസിലാണ്. ഇപ്പോൾ PR ഒക്കെ കിട്ടി? PR കിട്ടി. ഈ PR എന്നുള്ളത് തന്നെ അവിടുത്തെ പെർമനന്റ് റെസിഡൻസ്. PR നമ്മളെ ആൾക്കാർ കുറേ തെറ്റിദ്ധരിക്കുന്നുണ്ട്. PR എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ്. എൻ്റെ പാസ്പോർട്ട് ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടാണ്. പക്ഷേ എനിക്ക് അവിടെ ആയിട്ട് റെസിഡൻ്റ് ആണ് അവിടെ. എങ്ങനെയുണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ? ഷഫീഖിനെ പോലെ തന്നെ ഷഫീഖിൻ്റെ പ്രായത്തിലുള്ള പലരും നാട്ടിലും അതേപോലെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും അതേപോലെ തന്നെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു വർക്ക് ലൈഫ് ബാലൻസ് ഷഫീഖിന് അഡ്വാൻറ്റേജ് ആയി തോന്നിയ കാര്യങ്ങളുണ്ട്? അല്ല, വർക്ക് കൾച്ചർ ഓരോ കൺട്രിക്കും ഡിഫറെൻറ്റാണ്. ഇപ്പോൾ കുറച്ചും കൂടി സൗത്ത് ഈസ്റ്റേൺ കൺട്രീസ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വർക്ക് കുറച്ചും കൂടി ഹാർഡാണെന്ന് കേട്ടിട്ടുണ്ട്. വർക്കിംഗ് അവേഴ്സ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുന്നതോറും വർക്കിംഗ് കൾച്ചർ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അവർ ലൈഫിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർക്ക് ലൈഫിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇന്ത്യയിൽ കുറച്ചും കൂടി വർക്ക് ലൈഫ് ബാലൻസ് കുറവാണെന്ന് എനിക്ക് തോന്നി. അവിടെ എങ്ങനെ വർക്കിംഗ് അവേഴ്സ് വരുന്നത്? വർക്കിംഗ് അവേഴ്സ് ഓരോ കോൺട്രാക്റ്റിലും ഓരോന്ന് പറയാണ്. ഇപ്പോൾ ഒരു നോർമൽ കോൺട്രാക്റ്റിലൊക്കെ 7 hours പെർ ഡേ ആണ് വർക്കിംഗ്.
ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് 35 hours per week വർക്ക് ചെയ്യുക. ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ EYയിൽ വർക്ക് ചെയ്താണ്. EYയിൽ ഈ ഒരു US കമ്പനി ആണെങ്കിൽ പോലും എനിക്ക് ഇവിടെ ഇന്ത്യയിലെ വർക്കിംഗ് അവേഴ്സ് അറൗണ്ട് 45 hours ഉണ്ടായിരുന്നു. ഇതായിരുന്നു. സോ അതാണ് ഡിഫറൻസ് അല്ലേ? നമ്മളെ ഇന്ത്യയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് MNCs ഒക്കെ ഇന്ത്യയിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയും ഏറ്റവും ചീപ്പായിട്ടുള്ള IT സ്പെഷ്യലിസ്റ്റുകളെയും കിട്ടുന്നത്. അവർ എത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്തോളും. അങ്ങനെ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും MNCs കൊണ്ടുവന്നിട്ട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന ഇതേ സെയിം ജോബ് അവിടെ പോയി ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ടൈം ഓഫ് വർക്കിൽ ഡിഫറൻസ് ഉണ്ടാവും, നമുക്ക് കിട്ടുന്ന ഹോളിഡേയ്സിൽ ഡിഫറൻസ് ഉണ്ടാവും, പേയിൽ ഡിഫറൻസ് ഉണ്ടാവും, എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ വർക്ക് സെയിം ആയിരിക്കും. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് നല്ല അവിടെ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ 35 hours വർക്കുള്ളൂ, പിന്നെ വീക്കെൻഡ്സ് ഓഫാണ്, സാറ്റർഡേ സൺഡേ ഓഫ് ആയിരിക്കും. പിന്നെ ഓരോ കൺട്രീസിനും ഓരോ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് പേയ്മെൻറ്റ് അഡീഷണലി കിട്ടണം. പ്ലസ് അതിനൊരു ചെറിയ അതിന് എന്താ പറയുക, വർക്ക് ചെയ്യുന്നതിനുള്ള ബോണസ് പോലെ അതിൻ്റെ ഒരു ഇത്ര % ഗ്രോത്ത് ചെയ്തിട്ടുള്ള പൈസ ആയിരിക്കും നമുക്ക് തരിക. അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. പിന്നെ എല്ലാ മന്തിലും 2.5 days പെയ്ഡ് ഹോളിഡേയ്സ് ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ക്യുമുലേറ്റ്. ഞാൻ ഇപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ ഹോളിഡേയ്സും ക്യുമുലേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് 1 മാസത്തിന് ലീവിന് വന്നത്. ഷെഫീഖിൻ്റെ സ്റ്റഡീസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഷെഫീഖ് മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ അല്ലേ? അല്ല, ഡിജിറ്റൽ മാർക്കറ്റ്. ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഇന്റർനാഷണൽ കൊമേഴ്സ്. ഷെഫീഖ് സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസിൻ്റെ ഹെൽപ്പ് വഴിയാണോ പോയത്, അല്ലെങ്കിൽ സെൽഫായിട്ടാണോ ഷെഫീഖ് പോയത്? ഞാൻ സ്വന്തമായിട്ടാണ് പോയത്. ഞാൻ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത്. അപ്പോൾ കൺസൾട്ടൻസി വഴി പോകുന്നവർക്ക് അവരെ അസിസ്റ്റൻസ് ഉണ്ടാവും അവിടെ എത്തിപ്പെട്ടാൽ? കൺസൾട്ടൻസി വഴി പോകുന്നവർക്ക് ചിലപ്പോൾ അഡ്മിഷനിലൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ഉണ്ടാവും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് കൺസൾട്ടൻറ്റിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ലാംഗ്വേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണല്ലേ അവിടെ? അവർ വന്നിട്ട് നമുക്ക് ഈ പേപ്പേഴ്സ് ഒന്നും ചെയ്തു തരില്ലല്ലോ. അവിടെ അവർക്ക് ഇത് എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ സാധനങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ അപ്പോയിൻമെൻറ്റ് ബാങ്ക് അക്കൗണ്ട് കിട്ടണമെങ്കിൽ നാട്ടിലത്തെ പോലെയല്ല. ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോലും അപ്പോയിൻമെൻറ്റ് വേണം അവിടെ. അപ്പോൾ എല്ലാത്തിനും അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമുക്ക് മുടി വെട്ടണമെങ്കിൽ ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് വീക്ക് മുടി വെട്ടണമെങ്കിൽ ഞാൻ ഈ വീക്ക് വിളിച്ചിട്ട് എൻ്റെ ബാർബറോട് എപ്പോഴാണ് സമയം ഫ്രീ ഉള്ളത് ചോദിച്ചിട്ട് പുള്ളി എനിക്ക് സ്ലോട്ട് അലോട്ട് ചെയ്തിട്ട് ഞാൻ ആ സമയത്തിനാണ് ഞാൻ തമാശ അറിയല്ല. അത് ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോലും അപ്പോയിൻമെൻറ്റ് വേണ്ട സ്ഥലമാണ് ഫ്രാൻസ്. അപ്പോൾ നമുക്ക് ചുമ്മാ ഒരു നേരെ ബാർബർ ഷോപ്പ് പോയി മുടി വെട്ടാനൊന്നും പറ്റിയല്ല. അപ്പോൾ തന്നെ ചോദിക്കും അപ്പോയിൻമെൻറ്റ് ഉണ്ടോ ചോദിക്കും. ഇല്ലായിരുന്നാൽ അവൈലബിൾ അല്ല പറയും. അപ്പോയിൻമെൻറ്റ് എടുത്തോളൂ പറയും. എല്ലാത്തിനും അപ്പോയിൻമെൻറ്റ് വേണ്ട സ്ഥലം. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് അപ്പോയിൻമെൻറ്റ് വേണ്ടി വരും. എല്ലാത്തിനും ആദ്യം അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ ഫോൺ എടുത്തിട്ട് അവർ വിളിച്ചാൽ അവർ പറയും ഫ്രഞ്ച് ആയിരിക്കും. അപ്പോൾ ബേസിക്കായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ച് ബില്ല് ചെയ്യുമ്പോൾ ക്യാഷായിട്ടോ കാർഡായിട്ടോ പേ ചെയ്യുന്നത് വരെ ഫ്രഞ്ചിലായിരിക്കും ചോദിക്കുക. അപ്പോൾ അതെന്താ മനസ്സിലാക്കണമെങ്കിൽ പോലും അറിയാതെ. അപ്പോൾ ലിറ്ററലി ഫ്രഞ്ച് അറിയില്ലെങ്കിൽ അവിടെ പോയി പെട്ടുപോകും. പിന്നെ പാരീസ് പോലത്തെ വലിയ സിറ്റീസിലൊക്കെ പിന്നെയും കുറച്ചുകൂടി ടൂറിസ്റ്റിക് ആയതുകൊണ്ട് ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് മറ്റുള്ള ഫ്രാൻസിലെ ഭാഗങ്ങളെ പറ്റിയാണ്. ഷെഫീഖ് ഫ്രാൻസിലെത്തി, എങ്ങനെയായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ഇയറിലെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്തത്? എക്സ്പെൻസ് ഫസ്റ്റ് ഇയറിലെ ഫീസൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ഫ്രാൻസിലേക്ക് അയച്ചു? ഫസ്റ്റ് ഇയർ ഫീസ് ഞാൻ തന്നെ കൊടുത്തു. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് അല്ല, കുറച്ചൊക്കെ ഞാൻ പിന്നെ അവിടെ നിന്ന് സൈഡായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫസ്റ്റ് ഇയർ ഫീസ് നമ്മൾ കൊടുത്തു. ഫസ്റ്റ് ഇയർ ലിവിങ് കോസ്റ്റ് ഒക്കെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ എൻ്റെ കേസ് കുറച്ച് എക്സെപ്ഷണൽ ആയിരുന്നു. ഞാൻ കോവിഡ് ടൈമാണ് എടുത്തുന്നത്. അപ്പോൾ കോവിഡ് സമയം ആയത് കാരണം നമുക്ക് ജോബ് മാർക്കറ്റൊക്കെ നല്ല ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായ സമയമായിരുന്നു. അപ്പോൾ നമുക്ക് കോളേജ് നമുക്ക് എന്ത് ചെയ്തു, ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട പകരം കുറച്ച് റിസർച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു സാധനമൊക്കെ വെച്ചിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ആവശ്യമായിരുന്നു ഇൻറ്റേൺഷിപ്പ് കിട്ടുക എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ യൂറോപ്പിലാണ്, ഏത് കൺട്രി പോയാലും നമ്മൾ ആ രാജ്യത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഫ്യൂച്ചറായിട്ട് നമ്മളെ കരിയർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പിലാണ്ട് നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കോവിഡ് കാരണം എനിക്ക് കുറേ എയ്ഡും കിട്ടിയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ കുറേ ഫൈനാൻഷ്യൽ എയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഗെയിൻ അത് ഫ്രഞ്ച് ലാംഗ്വേജ് ഞാൻ അഗെയിൻ കൂട്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതും അവർക്ക് മെയിൽ ചെയ്തതും അവർ വിളിച്ച് സംസാരിച്ച് അങ്ങനെ അത് കിട്ടാൻ കാരണം അഗെയിൻ ഫ്രഞ്ച് ലാംഗ്വേജ് എനിക്ക് അറിഞ്ഞത് കൊണ്ടാണ്. കാരണം അതൊന്നും ഇതിനെ പറ്റിയൊന്നും അറിയാത്ത എത്രയോ പേരുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ശേഷം ഞാൻ പിന്നെ കുറേ പേർക്ക് പറഞ്ഞു, പിന്നെ കുറേ പേർക്ക് അത് കിട്ടി അവർക്കത്. അപ്പോൾ ഫ്രഞ്ച് പഠിച്ചത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു അല്ലേ?
അതുകൊണ്ട് എനിക്ക് ആ കോവിഡ് സമയത്ത് ഞാൻ അങ്ങനെ ഭയങ്കര ക്രൈസിസ് ഫേസിലായ സമയത്ത് എനിക്ക് നല്ലൊരു എയ്ഡ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടി. അങ്ങനെ ഒരു 2-3 months എൻ്റെ ലിവിങ്ങും പിന്നെ എനിക്ക് അതേപോലെ എൻ്റെ ഗ്രോസറിയൊക്കെ നല്ല എക്സ്പെൻസീവ് ചെയ്യുന്ന സമയം. അപ്പോൾ എനിക്ക് അവർ ടാക്സ് ഫ്രീ ആയിട്ട് എന്താ പറയുക ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നൊരു പാസ് ഉണ്ട്. അതൊരു സ്പെഷ്യൽ സൂപ്പർ മാർക്കറ്റ് അവിടേക്ക് പോകാനുള്ള ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു എൻ്റെ. അപ്പോൾ അതെനിക്ക് അവിടുന്ന് ഈ കോവിഡ് ആയതുകൊണ്ട് കുറച്ച് എക്സെപ്ഷനായിട്ട് കിട്ടിയ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് അങ്ങനെ ഫൈനലി കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതൊരു കമ്പനിയിലാണോ അതോ ഒരു കമ്പനി ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 1 year ഗ്യാപ്പ് എടുക്കാം ഓക്കെ സെക്കൻഡ് ഇയറിൻ്റെ മുന്നേ. അപ്പോൾ നമുക്ക് അനേതസിസ്റ്റ് പോകുന്ന പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു 1 year ഗ്യാപ്പ് എടുക്കാമെന്ന്. കാരണം എഗെയിൻ പെട്ടെന്ന് കോഴ്സ് അങ്ങ് പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ ലക്ഷ്യം നമുക്കൊരു ജോലി കിട്ടുക, അവിടെ സെറ്റിൽ ആവുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ട പ്രിപ്പറേഷൻ ചെയ്യേണ്ട, വർക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻറ്റേൺഷിപ്പ് എനിക്ക് ഫൈനലി കിട്ടി. മാർസൈ പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇൻറ്റേൺഷിപ്പ്. 6 month ഇൻറ്റേൺഷിപ്പ് കിട്ടി ഒരു ഫുഡ് കമ്പനിയിലായിരുന്നു. ഞാൻ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻറ്റേൺഷിപ്പിന് കയറി. അങ്ങനെ ആ 6 month ഇൻറ്റേൺഷിപ്പ് കമ്പനിയിൽ ഭയങ്കര കഷ്ടപ്പാട് ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു. അത്യാവശ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹയർ ചെയ്തെങ്കിലും ഞാൻ പല പണി എടുക്കേണ്ടി വന്നു അവിടെ. പക്ഷേ അതെ നമ്മൾ പിടിച്ചു നിന്നു. കാരണം നമ്മളുടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ CV-യിൽ ഇത് കാണും. അല്ലാണ്ട് നമ്മളോട് ആരും ചോദിക്കില്ല നമ്മളവിടെ എന്താ എക്സാക്റ്റ് ചെയ്ത് നമ്മൾ ഇന്ന ദിവസം എന്നെ ചെയ്തത് എന്താ ചോദിക്കില്ല. നമുക്ക് ആ ഒരു ഹോൾ ആകത്തുക നമുക്ക് എന്താ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ 6 month പിടിച്ചു നിന്ന ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ 1 year ഗ്യാപ്പിലാണല്ലോ ഞാൻ 1 year. അപ്പോൾ എനിക്ക് ഇനിയും സമയമുണ്ട്. അടുത്തതിൻ്റെ സെക്കൻഡ് ഇയർ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ ഞാൻ അഗെയിൻ അടുത്ത ഇൻറ്റേൺഷിപ്പിന് ട്രൈ ചെയ്ത്. അപ്പോൾ എനിക്ക് വേറെ ഇൻറ്റേൺഷിപ്പ് കിട്ടി. അത് നല്ല ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു. അത് ഞാൻ നമ്മളെ ടയർ കമ്പനി ഇല്ലേ മിഷ്ല എന്നാ പറയുക ഫ്രഞ്ചിൽ, മിഷ്ല. ഒരു പാവക്കുട്ടീൻ്റെ എംപ്ലോയുള്ള അതാ ബിബോന്തോ. അത് ഉണ്ടല്ലോ. മിഷ്ലാനിലോട് ഇൻ്റർനാഷണൽ കമ്പനിയാണ്, ടയർ കമ്പനിയാണ്. അപ്പോൾ ഞാനത് ടയറായിട്ടൊരു ബന്ധമില്ലാത്ത സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ഞാൻ റേസ് ട്രാക്കിലായിരുന്നു എൻ്റെ ഇൻറ്റേൺഷിപ്പ്. അതായത് മിഷ്ലിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ട്രാക്കർ ഉണ്ട്. ടയറിൻ്റെ പ്രഷറും ടെമ്പറേച്ചറൊക്കെ റിയൽ ടൈമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന. അത് നോർമൽ കാർസിനല്ല, റേസ് ചെയ്യുന്ന അങ്ങനത്തെ കാറുകൾക്ക്, സൂപ്പർ കാർസിനൊക്കെ ഉള്ള അങ്ങനത്തെ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിറ്റി മാനേജറായിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇൻറ്റേൺഷിപ്പ് മിഷ്ലിന് കയറുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മിഷ്ലിൻ തന്നെ എനിക്ക് അപ്രന്റീസ്ഷിപ്പിന് ഓപ്പർച്യൂണിറ്റി. അപ്രന്റീസ്ഷിപ്പാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്രന്റീസ്ഷിപ്പ് ഫ്രാൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു അടിപൊളി സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്നതിനായിരിക്കും, സ്റ്റുഡൻ്റ് തന്നെ ആയിരിക്കും, സെയിം ടൈം നമുക്കൊരു എംപ്ലോയർ സ്റ്റാറ്റസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കമ്പനിയിൽ നിന്ന് സാലറിയും കിട്ടും, നമ്മുടെ ഫീസൊക്കെ കവറായി പോവും, നമ്മൾ ഫീസൊന്നും കൊടുക്കണ്ട. പിന്നെ നമ്മളെ ക്ലാസ്സിനുള്ള ഫീസ്, എഡ്യൂക്കേഷൻ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ഫീസ് അവർ കൊടുത്ത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എങ്ങനെയാണ് ഷെഫീക്കിന് കിട്ടിയത്? ഇത് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം ആണോ? അങ്ങനെയല്ല, അതോ നമുക്കൊരു ജോലി കിട്ടുന്ന അതേപോലെ തന്നെയാണ് ഈ അപ്രന്റീസ്ഷിപ്പ് കിട്ടാനും. അതായത് നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ എങ്ങനെയാണ് CV ചെയ്ത് അയച്ചു കൊടുത്ത് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഫൈനലി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ അതേ പ്രോസസ്സ് തന്നെ അപ്രന്റീസ്ഷിപ്പിനും. പിന്നെ ഓരോ കോളേജസിനും ഓരോ സ്കെഡ്യൂൾസ് ആയിരിക്കും അപ്രന്റീസ്ഷിപ്പ് എന്താ വെച്ചാൽ ഒരു മാസത്തിൽ ഇപ്പോൾ നമ്മൾ 2 ആഴ്ച കമ്പനി പോവും, 2 ആഴ്ച സ്കൂളിൽ പോവും. അപ്പോൾ കമ്പനി നമുക്ക് സാലറിയും തരും. സ്കൂൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് അല്ലേ? സ്കൂളിൽ നമ്മൾ ഫ്രാൻസിസ് സ്കൂൾ എക്കോൾ എന്ന് പറയും. അപ്പോൾ അപ്പോൾ 2 ആഴ്ച നമ്മൾ കോളേജിൽ പോവും, 2 ആഴ്ച വർക്കിനും അങ്ങനെ. അപ്പോൾ നമുക്ക് രണ്ടിനും ബാലൻസ് ഉണ്ടാവും, നമുക്ക് സാലറി ഉണ്ടാവും, നല്ലൊരു ലൈഫ് ആയിരിക്കും. പിന്നെ നമുക്ക് ടാക്സോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിലാണ്. പിന്നെ ഒരുപാട് അതർ സോഷ്യൽ ബെനിഫിറ്റ്സ്, നമ്മളുടെ ഇൻഷുറൻസ് ഉണ്ടാവും, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നല്ല ഇൻഷുറൻസ് ഉണ്ടാവും. പിന്നെ അങ്ങനെ കുറേ ബെനിഫിറ്റ്സും ഉണ്ട് ഇതിൻ്റെ ഒപ്പം, സോഷ്യൽ ബെനിഫിറ്റ്സും ഉണ്ട് ഈ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുമ്പോൾ. സോ ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ? വൺ ഓഫ് ദി ക്രൈറ്റീരിയ ഫ്രഞ്ചാണ്. അതറിയുമെങ്കിൽ നെക്സ്റ്റ് ഫേസിൽ കടന്നിട്ടുള്ളൂ. അപ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് ഓഫ് കോഴ്സ് അത്യാവശ്യമായിരുന്നു അതിന്. അതുണ്ടായതുകൊണ്ട് തന്നെയാണ് എനിക്ക് അപ്രന്റീസ്ഷിപ്പ് കിട്ടി. എന്ന് കരുതി എല്ലാ അപ്രന്റീസ്ഷിപ്പിനും ആ ഫ്രഞ്ച് വേണമെന്നൊന്നുമില്ല. ലിമിറ്റഡ് ചില MNCസിലൊക്കെ അപ്രന്റീസ്ഷിപ്പ് ഉണ്ടാവും, ഓപ്പൺ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ആ പോസ്റ്റിന് ഇംഗ്ലീഷ് മതിയാവും, ഒരു ഇൻ്റർനാഷണൽ പോസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. ഫ്രഞ്ച് അറിയാത്ത ഒരു കുട്ടിക്ക് അപ്രന്റീസ്ഷിപ്പ് കിട്ടിയതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ റെയറാണ്, ഭയങ്കര റെയറാണ്. പക്ഷേ ഉണ്ട്, കിട്ടും,
പക്ഷേ നന്നായി അപ്ലൈ ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്യും. പിന്നെ ഓരോരുത്തർ സ്കില്ലും അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും, ഹാർഡ് വർക്കും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ അപ്രന്റീസ്ഷിപ്പ് 1 year ആണ്. അപ്പോൾ ഈ 1 year നമ്മുടെ ഈ സെക്കൻഡ് ഇയർ കോഴ്സില്ലേ, സെക്കൻഡ് ഇയർ കോഴ്സിൻ്റെ അത് തീരുന്നത് അന്നാണ് നമ്മൾ അപ്രന്റീസ്ഷിപ്പും തീരുക. അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നു. അങ്ങനെ 1 year ഞാൻ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് മിഷ്ലിൻ തന്നെയായിരുന്നു അപ്രന്റീസ്ഷിപ്പ്. അത് ഞാൻ കമ്പനീൻ്റെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കമ്പനീൻ്റെ അപ്രന്റീസ്ഷിപ്പ് തീർന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ജോലി കിട്ടി. ഞാൻ അപ്രന്റീസ്ഷിപ്പ് തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ജോലി നോക്കി തുടങ്ങിയിരുന്നു. അങ്ങനെ എൻ്റെ കോഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ജോലി ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. കോഴ്സ് കഴിഞ്ഞ് ഞാൻ നേരെ ജോബിൽ ജോയിൻ ചെയ്തു. അത് കോളേജ് മുഖേനയാണോ അല്ലല്ല, കോളേജ് മുഖേന എവിടെയും പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ പ്ലേസ്മെന്റ് കമ്പനീസുമായി അവർ വരും, അവർ വന്നേക്കാം. പക്ഷെ എന്ന് കരുതി നമ്മളെ കോളേജ് നമുക്ക് ജോലിക്ക് തരാൻ അങ്ങനെ ഇങ്ങനത്തെ റെക്കമെൻഡേഷൻ പരിപാടിയൊന്നും അവിടെ നടക്കൂല. അവിടെ ആരും റെക്കമെൻഡ് ചെയ്തിട്ടും കാര്യമില്ല ജോലി കിട്ടാനൊന്നും. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ജോബിന് അല്ലാണ്ട് ഇനി പാർട്ട് ടൈം ജോബൊക്കെ ചിലപ്പോൾ റെക്കമെൻഡേഷനിൽ കയറിയും, പക്ഷെ അല്ലാത്ത പ്രോപ്പർ ജോബിനൊന്നും റെക്കമെൻഡേഷൻസ് ഒന്നും എവിടെയും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം അതേപോലെ അതിന് മുന്നേ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ആസ് ഇൻ എമൗണ്ട് നമുക്ക് പൈസ കിട്ടുന്ന സമയത്ത് ഈ എമൗണ്ട് കൊണ്ട് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ അവിടെ മീറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട് തന്നെ കിട്ടി നമുക്കത് സേവ് ചെയ്തിട്ട് നാട്ടിലേക്കൊക്കെ അയക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത് പേയിലെന്തോ ചോദിച്ചാൽ ഇന്റേൺഷിപ്പിൻ്റെ പേയിലെന്തോ ഒരു രാജ്യത്തിന് ഒരു മിനിമം പേ ഉണ്ടാവും ഇന്റേൺഷിപ്പ്. ആ മിനിമം പേ അത് പിന്നെ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ കമ്പനീൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമുക്ക് പൈസ കൂടുതൽ കിട്ടാൻ കുറഞ്ഞ് കിട്ടിയേക്കാം. ഫസ്റ്റ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത അത്ര വലിയ കമ്പനിയൊന്നും അല്ല. അത് ഓൾമോസ്റ്റ് ബാങ്ക്റപ്റ്റിലേക്ക്, പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് അവർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ മിനിമം പേയിലിരുന്നു ഞാൻ. അത്ര 500-600 euros എങ്ങാണ്ട് അറൗണ്ട് അത്ര ഉള്ളുണ്ടായിരുന്നു. അതുകൊണ്ട് ലിവിങ് എക്സ്പെൻസ് കവറായി പോയിച്ചാൽ ഫുള്ളി കവറാവുന്ന പോലെ പിന്നെ അങ്ങനെ ജീവിക്കണം. അപ്പോൾ അത്ര ഹൈ പേയിലൊന്നും അല്ലായിരുന്നു ഫസ്റ്റ് ഇന്റേൺഷിപ്പ്. പക്ഷേ സെക്കൻഡ് ഇന്റേൺഷിപ്പ് എനിക്ക് കിട്ടിയത് മിഷ്ലിനിലാണ്. മിഷ്ലിൻ ആണ് വലിയ കമ്പനിയാണ്, അവിടുത്തെ പൊട്ടൻഷ്യൽ ഉണ്ട്, പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ എനിക്ക് അറൗണ്ട് 1100 അങ്ങനെ 1100-1200 euros എൻ്റെ അടുക്ക് പെർ മന്ത് പേ വന്നിരുന്നു. പിന്നെ അപ്രന്റീസ്ഷിപ്പിന് അതിലേറെ ഉണ്ടായിരുന്നു, 1600 euros നിങ്ങൾക്ക് മന്ത്ലി കിട്ടും. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവർ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഫീസും കൊടുക്കും. അത് ജോബ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അത് 1600 ചില കമ്പനീസിൽ അതിലേറെ കിട്ടും, അപ്രന്റീസ്ഷിപ്പിന് കിട്ടുന്നവരുണ്ട്, ചിലത് അതിലേറെ കുറഞ്ഞു കിട്ടും. എന്തായാലും ഒരു 1000 ഒക്കെയാണ് മിനിമം അപ്രന്റീസ്ഷിപ്പിന് മന്ത്ലി പേ കിട്ടുക. അതിൽ പിന്നെ ടാക്സ് കാര്യങ്ങളൊന്നും വെട്ടാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റയക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് സ്റ്റൈപ്പൻഡായി കിട്ടുന്നത് അറൗണ്ട് 1600 euros ആണ്. അതേപോലെ തന്നെ ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിനും ഇവർക്ക് അറൗണ്ട് 1600 euros സ്റ്റൈപ്പൻഡായിട്ടും കൊടുക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അവിടുത്തെ 1.5 ഇവിടുത്തെ 1 ഡിഫറെൻ്റ് ആണ്. അവിടെ 1 euro ഇവിടെ 1 euroko നമുക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാം, അവിടെ 1 euroko ഒരു മുട്ടായി കിട്ടും. അത്ര ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അഗെയിൻ നമുക്കവിടെ ജീവിച്ചു പോകാം ആ പൈസ കൊണ്ട്. പിന്നെ സേവിങ്ങും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചാലൊക്കെ ചിലപ്പോൾ, എന്നാലും അപ്രന്റീസ്ഷിപ്പിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും സേവ് ചെയ്യാൻ. അപ്പം അതിനുശേഷം ജോലിക്ക് കയറിയല്ലോ, കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ടാവില്ലേ? സാലറി എന്താ വെച്ചാൽ ഓരോ ജോബിനും ഓരോ അതിൻ്റെതായ സാലറി ഉണ്ടാവും. ജോലിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ല സാലറി ഉണ്ടാവും. ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ അറൗണ്ട് 30,000 to 60,000 ഉള്ളിൽ വരുന്ന euros പെർ ഇയറിൽ വരുന്ന സാലറി പാക്കേജ്. അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ലൊരു ലൈഫ് സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പേയ്മെൻ്റ് ഒക്കെ ആയിരിക്കും അല്ലേ? കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. ഫാമിലീനൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? എൻ്റെ വൈഫിൻ്റെ കൂടെ തന്നെയാണ്, അവിടെ ഫ്രാൻസിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ? ഇല്ല, അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും അഗെയിൻ ഫ്രഞ്ച് ലാംഗ്വേജ് ഇല്ല. അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി ചേർന്നിട്ട് ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞത് കൊണ്ട് തന്നെ വൈഫിനും ഇപ്പോൾ എന്ത് ചെയ്യാൻ അവൾക്ക് ഇപ്പോൾ അറിയും ഫ്രഞ്ച് ലാംഗ്വേജ്. അവൾ പത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് ഫ്രാൻസിലെ ലൈഫ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ വർക്ക്, അതേപോലെ വീക്കെൻഡ്സ് എങ്ങനെയുണ്ട് ലൈഫ് നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് കമ്പയർ ചെയ്തു? ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ട് തോന്നും. ഇവിടെ ഭയങ്കര ഹാപ്പനിങ് ആയി ഇവിടെ എനിക്ക് തോന്നലുണ്ട്. ഇങ്ങനെ ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അങ്ങനെ ഇപ്പോഴും നമ്മളിങ്ങനെ ബിസി. അവിടെ കുറച്ചുകൂടി നമുക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പിന്നെ നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ യൂറോപ്പിൻ്റെ പാട്ടായതുകൊണ്ട് കുറച്ച് മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ രാജ്യത്തേക്ക് എത്താൻ പറ്റും.
അപ്പോൾ നമുക്ക് ഒരു വീക്കെൻഡൊക്കെ ഉണ്ടെങ്കിൽ കൂളായിട്ട് നമുക്ക് മറ്റൊരു കൺട്രി വിസിറ്റ് ചെയ്തൊക്കെ പോരാൻ പറ്റുന്ന ഡിസ്റ്റൻസിലുള്ള കൺട്രീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് PR കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അല്ല, ഷെങ്കൻ വിസ ഷെങ്കൻ നമ്മളിപ്പോൾ യൂറോപ്പിൽ എവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വിസ ഷെങ്കൻ. അത് നമുക്ക് അവിടെയുള്ള എല്ലാ കൺട്രീസിലേക്കും പോകാൻ പറ്റും. അത് ട്രാവലർ ആയാലും നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഷെങ്കൻ്റെ അണ്ടറിൽ തന്നെയാണ് വരും. പിന്നെ ഇവിടുത്തെ റെസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് മറ്റ് ചില കൺട്രീസിലേക്ക് വിസ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ ആയിട്ടൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് UAE പോകുമ്പോൾ എനിക്ക് വിസ ഓൺ അറൈവൽ ആയിരുന്നു, ഞാൻ യൂറോപ്പ് റെസിഡൻ്റ് ആയതുകൊണ്ടുള്ള. അപ്പോൾ ഫ്രാൻസിൽ നിങ്ങളെപ്പോലെ തന്നെ മലയാളീസ് ഫാമിലീസ് ഒക്കെ അവിടെ ഉണ്ടോ? അതേപോലെ വലിയ മേജർ സിറ്റീസിൽ പാരീസിൽ അല്ലെങ്കിൽ വലിയ വലിയ സിറ്റീസിൽ കുറച്ചും കൂടി കമ്മ്യൂണിറ്റി ഉണ്ട് മലയാളീസിൻ്റെ ഒക്കെ. പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും ഒരു മലയാളീസ് ഒരു ഇന്ത്യൻ പോലും ഇല്ല. എൻ്റെ കമ്പനിയിലൊന്നും ഒരൊറ്റ ഇന്ത്യൻ പോലും ഇല്ല. ഓരോ സിറ്റിയിൽ ചില സിറ്റീസിലൊക്കെ ഉണ്ട്, പക്ഷേ അഗെയിൻ കമ്പയറിങ് ടു US അല്ലെങ്കിൽ UK ഒക്കെ നോക്കുമ്പോൾ നമ്മളെത്രയോ വളരെ കുറവാണ് മലയാളീസ്, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ ഓരോ ഇന്ത്യക്കാരെ തന്നെ കാണണമെങ്കിൽ ചിലപ്പോൾ 2-3 മാസത്തിനിടയിലൊക്കെ ഒരിക്കലും ഒരു ഇന്ത്യക്കാരെയൊക്കെ കാണുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഫുള്ളി ഫ്രഞ്ചുകാരുടെ കൂടെയാണ്, എൻ്റെ ഓഫീസിലും ഫ്രഞ്ചുകാരാണ്. അപ്പോൾ മലയാളി റീസൺ എന്തായിരിക്കും? ഇപ്പോൾ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ നല്ല മൈഗ്രേഷൻ കൂടി വരുന്ന മൈഗ്രേഷൻ, ഇത് മെയിൻ റീസൺ ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് ബാരിയർ. UK US ഒക്കെ നമ്മൾ ഒന്നുകൂടി പോകുന്നത് കാരണം ഇംഗ്ലീഷാണ്. ന്യൂസിലാൻഡ് ആവട്ടെ ഓസ്ട്രേലിയ ആവട്ടെ എല്ലായിടത്തും ഇംഗ്ലീഷാണ്. ഇവിടെ ഫ്രഞ്ചാണ്. സർവൈവ് ബുദ്ധിമുട്ടായിരിക്കും. ഈ ലാംഗ്വേജ് ബാരിയർ കാരണമാണ് കുറവ് വരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഇന്ത്യ ഫ്രാൻസ് റിലേഷനൊക്കെ കുറച്ചും കൂടി ബെറ്ററാണ് പൊളിറ്റിക്കലി. അപ്പോൾ കുറേ കൂടെ എന്താ പറയുക, സ്റ്റഡി ഇൻ ഫ്രാൻസ് ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട് ഫ്രഞ്ച് ഗവൺമെൻറ് ഇവിടെ ഇന്ത്യയിൽ. അപ്പോൾ കുറച്ചും കൂടി സ്റ്റുഡൻസിനെയൊക്കെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റിയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കുറച്ചും കൂടി ഇന്ത്യൻസിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിലേക്ക്. മാത്രമല്ല ഇന്ത്യൻസിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ സ്റ്റഡീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 year സ്റ്റേ ബാക്ക്. 5 years ആണ്. അല്ല, അത് ഈ ആളുകൾ വിചാരിച്ചിട്ടുള്ള അത് സ്റ്റേ ബാക്ക് ആണ്. ഇപ്പോൾ ഈ 5 year അനൗൺസ് ചെയ്തത് അത് ആദ്യം എക്സിസ്റ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്. അത് സ്റ്റേ ബാക്ക് അല്ല, അത് നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് സ്റ്റേ ബാക്ക് ആയിട്ട് പറ്റില്ല. നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ പുറത്തു പോയി 2 വർഷത്തെ മാസ്റ്റേഴ്സ് 2 വർഷത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 year സ്റ്റേ ബാക്ക്. 2 വർഷം കൂടെ എല്ലാ രാജ്യത്ത് എല്ലായിടത്തും ഇപ്പോൾ 2 year ഒന്നും ഇല്ല. ഐ മീൻ എല്ലാ നാഷണാലിറ്റിക്കും 2 year ഇല്ല ഫ്രാൻസിൽ. ഇപ്പോൾ മൊറോക്കൻസിനൊക്കെ ആണെങ്കിൽ 1 year ഉള്ളൂ സ്റ്റേ ബാക്ക്. മറ്റുള്ള ഇറാനോ അങ്ങനെ ഏത് ഇന്ത്യൻസിന് മാത്രമുള്ള എൻ്റെ അറിവിൽ 2 year സ്റ്റേ ബാക്ക് അവിടെ. എന്നുവെച്ചാൽ നമ്മൾ ഇന്ത്യ ഫ്രാൻസ് പൊളിറ്റിക്കലി ഒരുപാട് കോൺട്രാക്ട്സ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റാഫേലിൻ്റെ ഒക്കെ ഡീല് കാര്യങ്ങളൊക്കെ ഇന്ത്യയാണല്ലോ ബയർ. അപ്പോൾ അങ്ങനത്തെ കുറേ പൊളിറ്റിക്കൽ കോൺട്രാക്ട്സ് സൈൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ നല്ല റിലേഷനിലാണ് ഇന്ത്യ ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ വിസ റിജക്ഷൻ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഫ്രാൻസിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ കാരണം കൊണ്ടൊക്കെ തന്നെ ഐ മീൻ ഇതിൻ്റെയൊക്കെ മുന്നേ ആളുകൾ വരവ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ട്. ബട്ട് അവർ ഫ്രഞ്ച് പഠിക്കാണ്ടാണ് വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് പിന്നെ അവിടെ പെട്ടുപോകുന്ന കുറേ പേരുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ വന്നിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ഇഷ്ടപോലെ കോഴ്സുകൾ ഐ മീൻ അവിടെ ലൈഫ് പോസിബിൾ ആവാത്തതുകൊണ്ട് ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ഡ്രോപ്പ് ചെയ്ത് പോകും. ഫ്രാൻസിൽ ആര് വരുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിച്ചിട്ട് ഫ്രാൻസ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം നാട്ടിൽ നിന്ന് ലാംഗ്വേജ് പഠിക്കുക. ഒരു മിനിമം 2-3 ലെവലെങ്കിലും പഠിച്ചിട്ട് ആ ഒരു കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് വരിക. ഇല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം എല്ലാവരും ഫ്രഞ്ച് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും അവർ പറയുന്നത് മനസ്സിലാവാൻ പോലും കഴിയാതെ അപ്പോൾ ഒന്നും കൂടി ലോൺലിനെസ്സും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ലാംഗ്വേജ് പഠിച്ചു വരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നാവുക. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ കോളേജ് ഡിഗ്രി കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് ഇനി ഫ്രാൻസിലേക്ക് വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്ന്? അത് ഇപ്പോൾ നാട്ടിൽ ഒരുപാട് ഏജൻസീസ് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ ഈ ഏജൻസീസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് സിമ്പിൾ പ്രോസസ്സാണ്. ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലേക്കും ഒരു സെയിം പ്രോസസ്സാണ്. പക്ഷേ ചില കൺട്രീസിലേക്കും ചില സാധനങ്ങൾ ആഡ് ആവുന്നുള്ളൂ. പക്ഷേ ഒന്നുമില്ല, നമ്മൾ ഇനീഷ്യലി നമുക്ക് പോകേണ്ട കോഴ്സും യൂണിവേഴ്സിറ്റിയും കണ്ടുപിടിക്കുക ഓൺലൈനിൽ. ഇപ്പോൾ ഫ്രാൻസിൻ്റെ കേസിലാണെങ്കിൽ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ വെബ്സൈറ്റൊക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് കയറി കഴിഞ്ഞ് കോഴ്സസും കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കോഴ്സും കാര്യങ്ങളും തപ്പിയെടുത്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ സ്പെസിഫിക് കോഴ്സിന് യൂണിവേഴ്സിറ്റിയിലേക്ക് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ സ്കോറും നമ്മുടെ ഗ്രേഡും നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം മാച്ച് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ ഓക്കെ ആണോ നോക്കുക. ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് അവർ തന്നെ വെബ്സൈറ്റിൽ കോൺടാക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും.
അവർക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് മെയിൽ ചെയ്യുക. ചില യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമും ഉണ്ടാവും, അത് ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അവർ ഇവിടുത്തെ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീസ് പോലെയല്ല, കുറച്ചും കൂടി റെസ്പോൺസീവാണ്. ഐ മീൻ മെയിലിനൊക്കെ നമ്മളിവിടെ കുറച്ചും കൂടി ടൈം, അവർ മെയിലിനൊന്നും റിപ്ലൈ ചെയ്യില്ലല്ലോ, ഇവർ മെയിലിനൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ അത് ഇനീഷ്യലി മെയിൽ ചെയ്യുന്നു, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, എങ്ങനെ പ്രോസസ്സ് ചെയ്യില്ല. അപ്പോൾ അവർ ഓൾറെഡി വെബ്സൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും പ്രോസസ്സ്. ഇൻ കേസ് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മെയിൽ ചെയ്യും. എന്നിട്ട് അത് ഫോളോ ചെയ്തിട്ട് നമ്മുടെ എല്ലാ പ്രൊഫൈലും ഓക്കെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, ചിലപ്പോൾ 1-2 ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂ ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് അവർ കണ്ടീഷണൽ ഓഫർ ലെറ്റർ തരും. കണ്ടീഷണൽ ഓഫർ ലെറ്ററിൽ അവർ ഫീസ് അടക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഫീസ് അടക്കേണ്ടി വരും. അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ലെറ്റർ തരും. ഈ ഓഫർ ലെറ്റർ വെച്ചിട്ട് പിന്നീട് നമ്മൾ വീസ അപ്ലൈ ചെയ്യും, VFS ത്രൂ. വീസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. സോ കൺസൾട്ടൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ കൺസൾട്ടൻസിൻ്റെ ഒരു ആവശ്യം ഐ മീൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഈ കൺസൾട്ടൻസും ചെയ്യുന്നത്. അവിടെ ലാംഗ്വേജ് ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസിലേക്ക് ആകുമ്പോൾ കൺസൾട്ടൻസ് ഈ പറഞ്ഞ വർക്ക് കാര്യങ്ങൾ മെയിലൊക്കെ ഫോം ഫില്ല് ചെയ്യാനൊക്കെ പറഞ്ഞു. എനിക്ക് ഇന്ന് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ChatGPT ഉണ്ട്, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, എല്ലാ ഓപ്ഷൻസും അവൈലബിൾ അല്ല. ഇപ്പോൾ ചില വെബ്സൈറ്റ് ഫ്രഞ്ചിലാണെങ്കിൽ അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ അല്ല നമ്മുടെ മുന്നിൽ. ഈ ഏജൻസീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആർക്കാ ഫ്രഞ്ച് അറിയുന്നവർ വളരെ കുറവായി. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം, ഐ മീൻ ഏജൻസീസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ അഡ്മിഷൻ സ്റ്റാഫിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവർ നമ്മളെ ഗൈഡ് ചെയ്തോളും നമ്മളിതെല്ലാം ഓക്കെ ആണെങ്കിൽ. പിന്നെ വിസ പറഞ്ഞാൽ പിന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഏത് ഏജൻസി നമ്മളെ വിസയ്ക്ക് ഹെൽപ്പ് ചെയ്യൂല, അത് VFS ത്രൂ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോയി നമ്മൾ തന്നെ പ്രസൻറ്റ് ആവേണ്ടതാണ്, നമ്മുടെ ബയോമെട്രിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഈ ഫൈനാൻസ് ഡോക്യുമെൻറ്റ്സ് സെറ്റാക്കുന്നതാണ്. അത് ഓരോ കൺട്രിയിലും ഓരോ റിക്വയർമെൻ്റ്. അപ്പോൾ ജർമ്മനിയിലൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം എമൗണ്ട് ബ്ലോക്ക് ചെയ്യണം. ഫ്രാൻസിലാകുമ്പോൾ നമുക്ക് എമൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നു വേണ്ട, പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കാണിക്കണം. അതായത് നമുക്ക് അവിടെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ ക്യാപ്പബിലിറ്റി ഉണ്ട്, മന്ത്ലി നമുക്ക് ഇത്ര ഈ എക്സ്പെൻസസ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫൈനാൻസ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. നമ്മുടെ പാരൻറ്റോ ആരെങ്കിലുമൊക്കെയാണ് നമ്മളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഈ സ്പോൺസറിങ് ലെറ്ററും അതുപോലെ ഇങ്ങനത്തെ കുറച്ച് അഫിഡവിറ്റ് കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടി വരും. ഇതെല്ലാം എത്ര സിമ്പിൾ പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ്. കുറച്ചൊന്നും നമ്മൾ റിസർച്ച് ചെയ്താൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ ഏജൻസി പോകേണ്ട കാര്യമൊന്നുമില്ല. സോ ഈ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ലാംഗ്വേജ് പഠിച്ച് തുടങ്ങണോ, അല്ലെങ്കിൽ അതിന് ശേഷം, അല്ലെങ്കിൽ ഓഫർ ലെറ്റർ വന്നതിന് ശേഷം നമ്മൾ ലാംഗ്വേജ് പഠിച്ച് തുടങ്ങിയാൽ മതിയോ? കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നാൽ നമ്മുടെ വ്യൂവേഴ്സിന് ബെനിഫിറ്റ് ആവുമായിരുന്നു. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചാലും നമ്മളത് ഒരു 100% ഏത് ലാംഗ്വേജിൽ നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമല്ലോ, ഓക്കെ ഇന്ന കൺട്രിയിലേക്ക് എനിക്ക് പോകണം എന്നുള്ള ആ മൊമെൻറ്റിൽ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇനി ആകെ ഉണ്ടാകുന്ന 1 മാസമോ 2 മാസമൊക്കെ മുന്നിൽ ഉണ്ടാവുള്ളൂ. കാരണം അതിൻ്റെ ഇടയിൽ നമുക്ക് വിസ പ്രോസസ്സിങ്ങോ നമ്മൾ പോകുന്നതിനുള്ള പ്രിപ്പറേഷൻ എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ ഏത് ടൈമിലാണ് നമ്മൾ ഇന്ന കൺട്രിയിലേക്ക് പോകാമെന്ന് ഡിസിഷൻ എടുക്കുന്നത്, ഓർ ഈവൻ ബിഫോർ നമുക്കിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് എപ്പോൾ തുടങ്ങാൻ പറ്റുമോ അപ്പോൾ തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം 1 മാസം കൊണ്ടൊന്നും ഏത് ഭാഷയും പഠിച്ചെടുക്കാൻ പറ്റില്ല, 2 മാസം കൊണ്ടും പറ്റില്ല, 1 വർഷം കൊണ്ടും ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ഐ മീൻ നമുക്കൊരു സെർട്ടൻ ലെവലോ വരെ എത്താന്നല്ലാണ്ട് ഒരു ഭാഷ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും പഠിച്ചാൽ. അപ്പം ഭാഷയിൽ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രയും നമ്മുടെ ഭാഷ ബെറ്റർ ആവുന്നുള്ളൂ. അപ്പോൾ the more early you start the better. നമ്മളപ്പോൾ എന്നെ പോലെ തന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ ലാംഗ്വേജ് പഠിച്ച് തുടങ്ങിയെന്ന് വിചാരിക്കും. അപ്പോൾ പഠിച്ചു, സപ്പോസ് പ്ലാൻ മാറ്റി ഫ്രാൻസിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ സം റിജക്ഷൻ വന്നു. അപ്പോൾ ലാംഗ്വേജ് ഓൾറെഡി പഠിച്ചു, കുറേ ടൈമും പൈസ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ലാംഗ്വേജ് പഠിച്ചത് എപ്പോഴെങ്കിലും എന്താ പറയുക അതൊരു വേസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതൊരു വേസ്റ്റ് ഓഫ് ടൈം? അത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്വിമ്മിങ് പഠിച്ച പോലെയാണ്. നമ്മൾ എന്നും നീന്താൻ പോകുന്നില്ലല്ലോ, നമുക്ക് എന്നും വെള്ളമില്ല എവിടെ എന്നും നീന്താൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വൺസ് ഇൻ എ ഇയർ ആയിരിക്കും നമ്മൾ നീന്തുന്നത്, പക്ഷേ നമ്മൾ അന്ന് പഠിച്ച നീന്തൽ നമുക്ക് ഇപ്പോഴും യൂസ്ഫുൾ ആകുന്നില്ല. അതുപോലെ തന്നെ ഭാഷേൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഷ ഉണ്ടെങ്കിൽ നമ്മുടെ CV-യിലൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈല് എന്താ പറയുക, ഇങ്ങനെ കുറേ പ്രൊഫൈൽ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈലൊന്ന് മേലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ലാംഗ്വേജോ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജോ അതിലുണ്ടാകുന്നതായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ആവാൻ കാരണമാവുന്നത്. അപ്പോൾ ലാംഗ്വേജ് പഠിച്ചത് ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല, മറിച്ച് കുറച്ചും കൂടി നമ്മുടെ
പെർസ്പെക്റ്റീവിൽ കുറേ ഡിഫറൻസ് വരുന്ന കാര്യങ്ങളാണ് ലാംഗ്വേജ് പഠിച്ചുണ്ടാവുന്നത്. അപ്പോൾ അതൊരിക്കലും നമുക്ക് വേസ്റ്റ് ആയി തോന്നില്ല. ഇൻ കേസ് നമ്മുടെ ഡിസിഷൻ മാറിയാലും അത് നമ്മൾക്ക് ഒരു അസറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഓബ്വിയസ്ലി അത് നമ്മൾ ലാസ്റ്റ് പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ലാംഗ്വേജ് പഠിച്ചത് കൊണ്ട് ഇന്ത്യയിൽ തന്നെ അത്രയും എന്താ പറയുക ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. സോ അതൊരിക്കലും ഷഫീഖ് പറയുന്നത് ഇതിന് മുന്നേ റയ പറഞ്ഞത് ഒരിക്കലും ഒരു വേസ്റ്റ് ആകുന്നില്ല. അവർക്ക് നല്ലൊരു കരിയർ ലാംഗ്വേജ് കൊണ്ട് അവർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ഇൻറ്റേർണലി ഇപ്പോൾ നമ്മൾ കരിയർ ലാംഗ്വേജ് ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു ജോലി കയറി ഇൻ കേസ് വേറൊരു പോസ്റ്റിലേക്ക് നമുക്ക് ഒരുപാട് അപ്ലിക്കൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ പോസ്റ്റിൽ ഫ്രഞ്ച് വേണ്ട പോസ്റ്റൊക്കെ ആണെങ്കിലൊക്കെ കൂടെ പ്രയോറിറ്റി ആയിട്ട് നമുക്ക് മേലേക്ക് കയറി പോകാൻ പറ്റും. ഇങ്ങനെ കയറി പോയാൽ കുറേ എക്സാമ്പിൾസ് ഒക്കെ എനിക്ക് അറിയാം. നമ്മളെ പഠിച്ച കുറേ പേരൊക്കെ അതുപോലെ. ലാംഗ്വേജിൻ്റെ എക്സാമിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ് ആ കാര്യങ്ങൾ? ഫ്രഞ്ച് എല്ലാ ലാംഗ്വേജ് പോലെയും ഫ്രഞ്ചും A1 A2 B1 B2 C1 C2 അങ്ങനെ എല്ലാ യൂറോപ്യൻ ലാംഗ്വേജ് പോലെ തന്നെയാണ് ഫ്രഞ്ച് ലാംഗ്വേജും. പിന്നെ ഇതിന് എക്സാം വരുന്നത് പല എക്സാംസും ഉണ്ട്. ഇപ്പോൾ കാനഡയ്ക്ക് പോകാനുള്ള എക്സാംസ് വേറെ ഉണ്ട്. GCF അതങ്ങനത്തെ ഉണ്ട്. അല്ലാണ്ട് പിന്നെ ഫ്രഞ്ചിൻ്റെ ഗ്ലോബലി ഡൽഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഡൽഫ് എക്സാം നിർബന്ധമാണോ ചോദിച്ചാൽ അത്ര നിർബന്ധമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഫ്രാൻസിൽ സെർട്ടൻ കോഴ്സസിന് അവർ പറയും ഡൽഫ് B2 വേണം എന്നുള്ളത്. അല്ലാണ്ട് എല്ലാ കോഴ്സസിനൊന്നും അവർ ഇത് പറയുന്നില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നമുക്ക് IELTS ഒക്കെ വേണ്ടി വരുള്ളൂ. ചിലപ്പോൾ IELTSഉം വേണ്ടി വരില്ല. എക്സാം എഴുതലല്ല, ഇതിനൊക്കപ്പുറം ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാം, എഴുതാൻ വായിക്കാൻ അറിയാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ആക്കി എടുക്കാൻ അത്രേ ഉള്ളൂ. അതാണ് ഫ്രാൻസിൽ. ജർമ്മനിയെ ഡിസ്കസ് ചെയ്തതുപോലെ ജർമ്മനിയിൽ സർട്ടിഫിക്കറ്റ്സ് മാൻഡേറ്ററി ആയിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ കൂടുതലും ലാംഗ്വേജ് എന്നുള്ളൊരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക സർട്ടിഫിക്കറ്റിലുപരി. അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും സർട്ടിഫിക്കറ്റ്, ബട്ട് അത് ആ ഒരു ലെവലിൽ മാത്രമേ നമുക്കത് അവർ ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂസ്ഫുൾ ആവും. ഇല്ലാത്ത കേസുകളിൽ ഷഫീഖ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് സ്കില്ലാക്കി അക്വയർ ചെയ്ത് അവിടെ ഉണ്ടാക്കിയെടുത്തതിന് സർട്ടിഫിക്കറ്റ്സ് എക്സാംസ് ഒന്നും മാൻഡേറ്ററി അല്ല. ഒബ്വിയസ്ലി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഇതേപോലെ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ചിറങ്ങുന്ന കുറേ കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫ്രഞ്ച് അതല്ല ജർമ്മൻ ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അതേപോലെ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഷഫീഖ് ഫോർ ഷെയറിങ് യുവർ വാല്യുബിൾ എക്സ്പീരിയൻസ്. ഇനി അപ്പോൾ ഫ്രാൻസിലേക്ക് ഞാൻ അടുത്ത ആഴ്ച പോകും. ഓക്കെ ബൈ.